ദേശീയ ഗെയിംസിന്റെ ഭാഗമായി യോട്ടിംഗ് മത്സരം അഴിമതിയുടെ കൂത്തരങ്ങാകാൻ സാധ്യത. ഗാലറി നിർമ്മാണം ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല. 65 ലക്ഷം രൂപയാണ് ഗാലറി നിർമ്മാണത്തിനും സഞ്ചരിക്കുന്ന വേദിക്കുമായി നിശ്ചയിച്ചിരിക്കുന്നത്. മത്സരം നടക്കുന്ന ചെറായിൽ തന്നെ നിരവധി റിസോർട്ടുകൾ ഉണ്ടായിട്ടും മത്സരാർത്ഥികൾക്ക് താമസ സ്ഥലം ഒരുക്കിയിരിക്കുന്നത് 26 കിലോമീറ്റർ അകലെ. ഇതും അഴിമതിയുടെ ഭാഗമാണെന്നാണ് ഉയരുന്ന ആക്ഷേപം. ദേശീയ ഗെയിംസിന്റെ ഭാഗമായ യോട്ടിംഗ് മത്സരം വീക്ഷിക്കാനായി ഗാലറി പണിയാൻ ഉദ്ദേശിക്കുന്ന സ്ഥലമാണിത്. ഗാലറി പണിയുന്നത് പോയിട്ട് ഇവിടുത്തെ പുല്ല് വെട്ടിത്തെളിക്കാൻ പോലും സംഘാടകർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അടുത്ത മാസം 1 മുതൽ 6 വരെയാണ് യോട്ടിംഗ് മത്സരങ്ങൾ ചെറായിൽ നടക്കുക. 65 ലക്ഷം രൂപയാണ് ഗാലറി നിർമ്മാണത്തിനും സഞ്ചരിക്കുന്ന സ്റ്റേജിനുമായി അനുവദിച്ചിരിക്കുന്നത്. ഇത്രയും വലിയ തുക ഇതിന് ആവശ്യമില്ല എന്നിരിക്കെ വലിയ അഴിമതിക്ക് വഴിയൊരുക്കാനാണ് സംഘാടകരുടെ നീക്കം. നിരവധി റിസോർട്ടുകൾ ഇവിടെ ഉണ്ടെങ്കിലും 26 കിലോമീറ്റർ അകലെ മത്സരാർത്ഥികൾക്ക് താമസസ്ഥലം ഒരുക്കിയിരിക്കുന്നതും അഴിമതിക്ക് കളമൊരുക്കാനാണെന്ന് വെന്യൂ കമ്മിറ്റി ചെയർമാൻ എസ് ശർമ്മ പറഞ്ഞു. ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും ശരിയായിട്ടില്ല. ട്രാൻസ്പോർട്ടേഷന്റെ കാര്യത്തിൽ എഫക്റ്റീവായ ഒരു ഡിസിഷൻ ആയി എന്ന് പറയാനാവില്ല. 3 അക്കോമഡേഷന്റെ കാര്യത്തിൽ അത് CM-ന്റെ സാന്നിധ്യത്തിൽ തന്നെ അതിന്റെ ഡിഫക്റ്റ് ചൂണ്ടിക്കാണിക്കുകയും അദ്ദേഹം അത് മുനിസിപ്പളായ തത്വത്തിൽ എഗ്രി ചെയ്തിട്ട് ചെറായി തന്നെ എന്നുള്ള നിലക്ക് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അതും പ്രാബല്യത്തിലായി കഴിഞ്ഞിട്ടില്ല. ലക്ഷങ്ങൾ മുടക്കി ഗാലറി നിർമ്മിച്ചാലും തീരത്ത് നിന്ന് 4 കിലോമീറ്റർ അകലെ കടലിൽ യോട്ടിംഗ് നടത്താനുള്ള തീരുമാനവും കാഴ്ചക്കാരെ ബുദ്ധിമുട്ടിലാക്കും. മത്സരങ്ങളുടെ നടത്തിപ്പിലെ സുതാര്യത ചോദ്യം ചെയ്തുകൊണ്ട് വെന്യൂ കമ്മിറ്റിയിലെ പല അംഗങ്ങളും പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുകയാണ്. ക്യാമറമാൻ കൃഷ്ണപ്രസാദിനോടൊപ്പം സഹിൻ ആന്റണി, റിപ്പോർട്ടർ, കൊച്ചി.